അപ്പോൾ ഇന്നത്തേത് നമ്മൾ ബ്ലൂ ഐ കാണാൻ പോയ യാത്രയാണ് കേട്ടോ. അൽബാനിയൻ ട്രിപ്പിൻ്റെ 3rd ഡേ നമ്മൾ വ്ലോറിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളുടെ ടൂർ പാക്കേജ് ബുക്ക് ചെയ്തത് അൺഫോർച്ചുനേറ്റ്ലി അവർ അന്നത്തത് ക്യാൻസൽ ചെയ്തു, ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ബോട്ടിങ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ടൂർ പാക്കേജ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബോട്ടിങ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് അവർ കംപ്ലീറ്റ് ആയിട്ടും അത് ക്യാൻസൽ ചെയ്തു. അന്ന് എന്തോ വെതർ വാർണിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് അക്കോമഡേഷൻ തന്ന എയർബിഎൻബിയുടെ മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം, 200 യൂറോ ആകും. അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ 9:30 ആകുമ്പോഴത്തേക്ക് റെഡി ആയിക്കോ, അവർ വന്ന് നിങ്ങളെ ബ്ലൂ ഐയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ ബ്ലൂ ഐ കാണാനായിട്ട്. അന്നാണെങ്കിൽ ഒടുക്കത്തെ മഴയും. പക്ഷേ നമ്മളതൊന്നും കാര്യമാക്കിയില്ല, പോയി. വഴി ഇച്ചിരി ഡിഫിക്കൾട്ടായിരുന്നു കേട്ടോ, കുത്തനെയുള്ള മലയായിരുന്നു. എനിക്ക് അതൊക്കെ ഇപ്പോൾ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ ട്രാവൽ ഇങ്ങനെ ഒരുപാട് ചെയ്യുന്നതിനേക്കാളും എവിടെയെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കുറേ എൻജോയ് ചെയ്യാൻ പറ്റും, അതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ തന്നെ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പോയതിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, കാര്യം സ്ഥലം മോശമല്ല എന്നല്ല കേട്ടോ, കണ്ടത് എന്തായാലും അടിപൊളി. പക്ഷേ അന്ന് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. നാളെയും കൂടി നമുക്ക് ഇവിടെ നിൽക്കാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുക അവിടെ ഇരുന്ന് ആ സീ വ്യൂ നന്നായിട്ട് കാണുക എന്നുള്ളതായിരുന്നു കേട്ടോ. പുറത്തൊന്നും പോവാതെ നമ്മുടെ വീട്ടിലിരുന്ന് റിലാക്സ് ചെയ്ത്, ലൈക്ക് നല്ലൊരു അക്കോമഡേഷനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, സീ വ്യൂയിലേക്കുള്ള ഒരു ബാൽക്കണിയും ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ പോകുന്ന വഴിക്ക് നമുക്ക് 5 സീറ്റർ വണ്ടിയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ സെൻറ്ററിലായിരിക്കുന്നത്, കാരണം നമ്മൾ ടോട്ടൽ 4 പേരാണുള്ളത്, മക്കളും. അപ്പം ജിത്തു കുട്ടീനെ വെച്ചിട്ട് സൈഡ് സീറ്റിലിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലിക്ക് 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളെ നമ്മൾ ബാക്കിലിരുത്തണം, ലൈക്ക് ഫ്രണ്ടിലിരുത്താനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം അന്നേരം നമ്മളെല്ലാവരും കൂടെ കൂടിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പർലി ഇരിക്കാൻ പറ്റില്ല. കുട്ടികളെ മടിയിലിരുത്താനും ഒത്തിരി അത്ര ദൂരമുള്ളതുകൊണ്ട് മടിയിലിരുത്താനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ സൈഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇരുന്ന് പോയത്. ആൻഡ് ഞാൻ ഏറ്റവും സെൻട്രലായിരുന്നു ഇരിക്കുന്നത്, ആ ഒരു കാല് പ്രോപ്പർലി വെക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങ് ഭയങ്കര സഫോക്കേഷനായിരുന്നു. ഒരു സ്ഥലത്തൊന്നും ഇതും കിട്ടുന്നില്ല, എയറും കിട്ടുന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തലകറങ്ങി വീഴുമെന്നുള്ള രീതിയിലായിട്ടോ. പിന്നെ അപ്പോഴത്തേക്കും ഭാഗ്യത്തിന് എത്താനായിരുന്നു സ്ഥലം. പിന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ നമ്മൾ അതുവഴിയല്ല വേറൊരു വഴിക്കാണ് വന്നത്, അല്ലെങ്കിൽ പിന്നെ ഇറങ്ങുമ്പോഴത്തേക്കും വലിയ സീനില്ലല്ലോ. പിന്നെ അവിടുത്തെ വ്യൂ, അത് എന്താ പറയുക, നമുക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ എന്ത് ഫോട്ടോയിൽ കണ്ടോ അതേപോലെ തന്നെയാണ് കേട്ടോ അവിടെ കാണുന്നത്. ഞങ്ങൾക്ക് പിക്ചേഴ്സൊന്നും അത്ര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇങ്ങനെ മേളിൽ നിന്ന് വെള്ളത്തിലേക്ക് നോക്കി ഫോട്ടോ എടുക്കുമ്പോൾ പേടിയാണ് താഴത്തേക്ക് ഫോൺ വീണ് പോകുമോ എന്നുള്ളതൊക്കെ. പിന്നെ താഴെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യൂ കിട്ടത്തുമില്ല. നമുക്കൊരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് മേലെ നിന്ന് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനത്തെ പിക്ചേഴ്സാണ് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുവാണ്. പോകുന്ന വഴിക്ക് ഒരു പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ അതിനെയൊക്കെ കളിപ്പിക്കുന്നുണ്ട്. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. കുട്ടികൾ കുറച്ച് നേരം കളിക്കും, കുറച്ച് നേരം വഴക്കുണ്ടാക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും എല്ലാവരും നനഞ്ഞ് കുതിർന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾക്ക് ആ വ്യൂ അതിനൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നതായിരുന്നു. ഈവൻ ദോ മഴയാണെങ്കിലും നമുക്ക് ഒരുപാട് നല്ല കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു. ഇത് അവിടുത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ. നമ്മളവിടെ പോയി ഫോട്ടോ എടുക്കാൻ പോയതാണ്. നമ്മൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുമെന്ന് കരുതി. എന്തായാലും അവരിലൊരാൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി. കാരണം ഇങ്ങനത്തെ സൈറ്റിലൊക്കെ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ ഇച്ചിരി പൈസ കൂടുതലായിരിക്കും. നമ്മൾ ഒരിക്കൽ ഒരു ലാവിഷ് ലഞ്ച് കഴിച്ചിരുന്നു, ഒരു പോഷ് ഡെലീഷ്യസ് ട്രഡീഷണൽ ഡിന്നർ നമ്മൾ ഒരിക്കൽ കഴിച്ചിരുന്നു. അതോടുകൂടി നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ചെറുതായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത്, അന്ന് ഞങ്ങൾ അത്യാവശ്യം അധികം ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ആക്ച്വലി നമുക്ക് വലിയ കാര്യമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നില്ല.
ഇതാണ് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ കാർ പാർക്ക് ചെയ്ത് എല്ലായിടത്തേക്കും പോയത്. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. എല്ലാം കണ്ടോ, മലയിൽ കോടയൊക്കെ വന്ന് നിൽക്കുന്നവർക്ക്. പിന്നെ മഴ, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് കണ്ടോ, ചെറുതായിട്ട് വെള്ളത്തുള്ളികൾ വീഴുന്ന കാണുന്നുണ്ടാകും. അപ്പോൾ ഇതുവഴിയാണ് ഞങ്ങൾ വന്നത്. ആ വെള്ളത്തിൻ്റെ ഒക്കെ കളർ നോക്കി എന്ത് ഭംഗിയാണ് നോക്കൂ, അടിപൊളി. നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ അൽബാനിയ. എന്താ യൂറോപ്പിലെ മാൽദീവ്സ് എന്നാണ് തോന്നുന്നു ഇതിന് പറയുന്നത്. അടിപൊളി അടിപൊളി ഒരു എന്താ, ഈ ഒരു പാലം നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ കയറി ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ അവർ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നും കൂടി കാട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ആ വഴി കൂടെ നടക്കുന്നതാണ് കേട്ടോ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ പൂച്ച സാർ, അദ്ദേഹം ഒരു വഴികാട്ടിയെ പോലെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും കാട്ടിൽ കൂടെ ചുമ്മാ നടക്കുവാണ്. അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തോളാനും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മഴ ആയതുകൊണ്ട് അധികം അങ്ങ് നടക്കാനുണ്ട്, കുറേ കാണാനുണ്ട്. പക്ഷെ നമുക്ക് അധികം ഫോട്ടോ എടുക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മഴയുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഞങ്ങൾ നനഞ്ഞു കുതിർന്നാണെങ്കിലും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകേണ്ടതായിരുന്നു, വീണ്ടും പോവാണ്. ചുമ്മാ നടക്കുവാണ്, നമുക്ക് ടൈം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണ്ട്. നോനുവിൻ്റെ കൂടെ ആ പൂച്ചസാറ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നോനു അതിൻ്റെ പിന്നാലെ ഓടി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കാനും അവർ വിളിക്കുമ്പോൾ പോകും. അങ്ങനെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര പാടാണ് കുട്ടികളുടെ ഫോട്ടോസ് എടുക്കൽ. ഈ പാലം എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ പാലത്തിൽ നിന്നിട്ട്. ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്, സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് മയക്കൊന്നും വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞത് കേൾക്കാനുണ്ടായിരുന്നില്ല. ഒരു സ്ഥലം കാണാനായിട്ട് പൂച്ചസാറിന് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നല്ല സ്നേഹമുള്ള പൂച്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മാരിക്കുമ്പോഴൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഇതൊക്കെ 2-3 ഫോട്ടോസ് സറാൻറ്റ എന്ന് പറയുന്നിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് എടുത്തതാണ് കേട്ടോ. ഇത് സറാൻറ്റ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ നേരെ ബ്ലൂ ഐന്ന് പിന്നെ തിരിച്ചു വന്ന സ്ഥലമാണ് കേട്ടോ ഈ സറാൻറ്റ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പം അവിടെ നിന്നെടുത്ത് കുറച്ച് അച്ഛൻ്റെയും മോളുടെയും നല്ല ഫോട്ടോസ് ഞാൻ ചുമ്മാ അത് ആഡ് ചെയ്തതാണ്. അതും ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് കേട്ടോ. തമിഴും തട്ട് നമ്മളുടെ ബ്ലൂ ഐ, അവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ, ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോഴേ തന്നെ വെള്ളത്തിൻ്റെ കളർ കണ്ടെങ്കിൽ എനിക്ക് ശരിക്കും മഴയപ്പീൽ കാണുന്ന ഫീലായിരുന്നു. അതിന് ചേരുന്ന അപ്പോൾ ഇതാണ് കേട്ടോ ബ്ലൂ ഐ നാച്ചുറൽ പാർക്ക്. ഇതിന്റെ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്ലൂ ഐയുടെ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഒരു ഇതാ കണ്ടോ, ഇതുപോലെ ഒരു ബ്ലൂ ഐ ഷേപ്പിലാണ് കേട്ടോ ഈ പോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് അതിങ്ങനെ ഒഴുകി പോകുന്നു. നല്ല വെള്ളത്തിന്റെ കളറാണ് കേട്ടോ. അതിന് സിമിലർ ആയിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെയാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതാ ഇവിടെയും കുറച്ച് ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അൽബേനിയൻ ലാംഗ്വേജിലാണ് കേട്ടോ. കുറച്ച് അതുകൊണ്ട് നമുക്ക് വായിക്കാൻ അറിയില്ല. എനിക്കിത് പിന്നെ അൽബാനിയൻ ലാംഗ്വേജിലാണ് അത് മതി. ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ പൂച്ച സാറിൻ്റെ കൂടെ തന്നെ കളിയാണ്. ഇതൊക്കെയും ഇവരുടെ ലാംഗ്വേജ്. അതാ അല്ല, ഇവിടെ വന്നിട്ട് നോനുവിന് കിട്ടിയ ഒരു ഉണ്ണിക്കുട്ടനാണിത്. നോനുവിന്റെ ഡ്രസ്സിന്റെ കളറായിട്ട് ഭയങ്കര കമ്പനി ആയിട്ട് നമ്മൾ വിചാരിച്ച ബ്ലൂ ഐ, ഒരു ബ്ലൂ ഐ ഷേപ്പാണ് കേട്ടോ ഇതിന്. ഇതാ ഈ ഒരു റൗണ്ട് ഒരു ഐ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണിത് അങ്ങനെ അറിയപ്പെടുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മേലേക്ക് കയറി പോകണം, എന്നിട്ട് അവിടെ നിന്ന് നോക്കാം നമ്മൾ കയറി പോകുന്നത്. ഗൂഗിൾ മാപ്പൊക്കെ കണ്ടെത്തുന്ന പിക്ചർ എന്ന് പറയുന്നത് മേലെ നിന്ന് എടുത്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സാണ്. പക്ഷെ അതൊന്നും എടുക്കാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പം മഴയിലായിരുന്നെങ്കിൽ അടിച്ചു പിടിക്കാനായിരുന്നു.
പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് നല്ല മഴയായിരുന്നു. പിന്നെ വഴുക്കലൊക്കെ കുറവായിരുന്നു കേട്ടോ. സാധാരണ മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ കല്ലിൽ നല്ല വഴുക്കലുണ്ടാവലുണ്ടായിരുന്നു. അടിപൊളിയാണ് പോകുന്ന വഴിക്കൊക്കെ കാണാനായിട്ട്. പക്ഷെ ഇവിടെ അത്ര വഴുക്കലുണ്ടായിരുന്നില്ല. ഇതൊക്കെ നല്ല നമ്മൾ ഇവിടെ നിന്നിട്ടാണ് സ്പോട്ടായിരുന്നു ഈ ബ്ലൂ ഐ, നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന ബ്ലൂ ഐ ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ എടുത്തേക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. വഴുക്കലുണ്ടോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. മിക്കവരും തന്നെ ഇവിടെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അവിടേക്ക് ഇറങ്ങി ഞങ്ങളും എടുത്തിരുന്നു. എനിക്കൊന്ന് അജയ് ചേട്ടൻ താഴെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഫോട്ടോ മേലേന്ന് എടുത്തു തന്നു. ഞങ്ങൾ ഇവിടുന്ന് താഴെ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു, എനിക്ക് ഫോൺ അങ്ങോട്ടേക്ക് നീട്ടാൻ ഭയങ്കര പേടിയായിരുന്നു. എന്തടിപൊളിയാണെന്നൊക്കെ ഒരു അയിരിക്കുന്ന പോലെ തന്നെ ഇല്ലേ വെള്ളത്തിൻ്റെ കളറൊക്കെ. പക്ഷേ നല്ല വീട്ടിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതെനിക്ക് ജിക്ക് എടുത്തു തന്നതാണ്. കുറച്ചും കൂടെ ഹൈറ്റിൽ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്യൂട്ടി ഭയങ്കര അടിപൊളിയാവുക എന്ന് പറയുന്നത് സമ്മറിലാണ്. പക്ഷേ റെയിനിൻ്റെ ടൈമിൽ വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. ലൈക്ക് ഒരു കാടിൻ്റെ ഒക്കെ ഒരു ഫീച്ചർ, ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ളതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു. അത്ര വെളിച്ചമില്ലാത്തതുകൊണ്ട്. അപ്പം രണ്ട് വ്യൂ അടിപൊളിയാണ്. പിന്നെ മഴയില്ലായിരുന്നെങ്കിൽ, ഈവൻ ദ വിൻ്റർ ആണെങ്കിലും മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാമായിരുന്നു, വെയിലില്ലെങ്കിലും. കാരണം നമുക്കിപ്പോൾ ഒരു സ്ഥലത്തും ജാക്കറ്റ് ഇടാതെ ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ സറൗണ്ടിൽ ഫോട്ടോസും മിക്സ് ആയിട്ടുണ്ടല്ലോ. നമ്മൾ ഓടിക്കളിക്കുന്ന കുറേ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി. നോനിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. നോനുവാണെങ്കിൽ ഭയങ്കര മൂടിയായിരുന്നു. അവൾക്ക് ഈ മഴയത്തൊന്നും അങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൽ താല്പര്യമില്ല. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും ഈ സമയത്തൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിരിക്കുന്നു. അതായത് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ പോയി ഒരു അക്കോമഡേഷൻ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. ഞങ്ങളുടെ ടൂർ ഗൈഡാണ് ഇന്നത്തെ. ഞങ്ങളുടെ കൂടെ പൂച്ചേനെയും കൂടി പൂച്ച നമ്മളുടെ കൂടെ മേലെ വരെ വന്നു കേട്ടോ. നമ്മളുടെ വഴികാട്ട് തന്നെയായിരുന്നു ഇത്. ഇവിടെ റൗണ്ട് പിന്നെ കാണാനുണ്ട്. പിന്നെ നമ്മളെല്ലാവരുടെയും ഫോട്ടോ ഞങ്ങൾ കണ്ട ബ്ലൂ ഐ ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് ഇതൊരു ബ്യൂട്ടി സ്പോട്ടായിരുന്നു കേട്ടോ. ഫോട്ടോ സ്പോട്ടായിരുന്നു. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തേക്കുന്ന മറ്റേ സമ്മർ ടൈമിൽ പോയിട്ട് ഫോട്ടോ എടുത്തേക്കുന്ന ഞാൻ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ സമ്മർ ടൈമിൽ ഉള്ള ഗൂഗിൾ ഫോട്ടോസ് അവൈലബിൾ ആയിരുന്നു. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ ഇത് ഞാനവിടെ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ അവിടെ പോയത്. പക്ഷെ നമ്മൾ കുറേ നേരം നിൽക്കുന്നുണ്ടപ്പോഴത്തേക്ക് അവർ മെനു കാർഡൊക്കെ എടുത്തിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ലാവിഷായിട്ട് അവിടുത്തെ കോണ്ടിനെൻ്റൽ ഫുഡൊക്കെ കഴിച്ചതാണ്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ പൈസ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ട്രിപ്പിൽ അത്ര എക്സ്പെൻസീവായിട്ട് ഫുഡ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നല്ല ടേസ്റ്റിലൊക്കെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ നമ്മളുടെ ഒരു സ്റ്റൈലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിനധികം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല. നെക്സ്റ്റ് നമ്മൾ വീട്ടിലേക്ക് സറാൻഡയിൽ പോയപ്പം അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. അതായത് നമ്മുടെ നാട്ടിൽ ടീ സ്റ്റാളൊക്കെ പോലത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സ്നാക്സും പിന്നെ ഡ്രിങ്ക്സും ഒന്നും കുടിച്ചില്ല, വെള്ളം വാങ്ങി. അങ്ങനെ അത് മാത്രമല്ല എല്ലാവരും നനഞ്ഞ് കുതിർന്നിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഫ്രഷായി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഗ്ലോറിയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. കണ്ട ആ മഴയുടെ വ്യൂ വേറൊരു ഭംഗിയായിരുന്നു. കുറേ കുട്ടി വീഡിയോസ് എടുക്കുക. വെള്ളത്തിൻ്റെ ഭംഗി കാരണം കുറേ കുട്ടി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഞങ്ങളുടെ ബ്ലൂ ഐയിലെ യാത്ര അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് നോവിൻ്റെ അടുത്ത് പറയുമ്പോൾ നോന് ഭയങ്കര ടയേർഡായി ഫോട്ടോ ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. കണ്ടവരുടെ മുകളിൽ കണ്ടതെന്ന് പറയുന്നത് ബ്ലൂ ഐയിലേക്കുള്ള യാത്ര ഫുള്ള് നനഞ്ഞു കേട്ടോ. പക്ഷെ വേർത്തായിരുന്നു, അടിപൊളി. ജാക്കറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അധികം പ്രശ്നങ്ങളില്ലാതെ. അപ്പോൾ ഞങ്ങളുടെ ബ്ലൂ ഐയിലെ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. കണ്ടമല ഒരു ദിവസം കൂടി കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് വയ്ക്കും. ഫുള്ള് നനഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. അപ്പം അങ്ങനെ സറാൻഡയിലെ കാഴ്ചകൾ തുടങ്ങിയത് നോണിൻ്റെ ഒരു പാട്ടിലൂടെയാണ്. പിന്നെ ഇതാ ഞാൻ നടക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് തരുവാണ്ട് നോന്. ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഫുള്ളായിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എനിക്കൊരു വീഡിയോ എടുത്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് വരുന്നുണ്ട്. ഏതാണ് മറ്റേ റാസ്പുട്ടിനാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. കുട്ടി വന്നിട്ട് എടുത്തായിരുന്നു പാവം. പിന്നെ ഇതാണ് കേട്ടോ സറാൻഡയിലെ വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇവിടെയൊക്കെ വെയിലായിരുന്നെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് കുറേയും കൂടെ വെയിലല്ല, ലൈക്ക് മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല കുറേ ഫോട്ടോസ് എടുക്കാമായിരുന്നു. പക്ഷെ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ജാക്കറ്റ് ഊരാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛനും മോളും കൂടെ ആയതുകൊണ്ടൊക്കെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. പിന്നെ ഞാൻ നടക്കാനുള്ള സ്ഥലമാണ് കൂടുതലും. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇനി മലയിടുക്കുകളുടെ ഇടയ്ക്കുള്ള ബീച്ച് ആയതുകൊണ്ട് നമുക്ക് അധികം ഒരുപാട് ഇങ്ങനെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബീച്ച് മലയിടുക്കുകളുടെ ഇടയിലുള്ളതാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ കടലിലിറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഏരിയ. ഞങ്ങൾ നിൽക്കുന്ന ബ്ലോൾ. നമ്മൾ അവിടെ ബോട്ടിങ്ങിന് പോകും. അവിടുത്തെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് കേട്ടോ. എവിടെ ഓൾറെഡി വാങ്ങിയിരുന്നു സിറ്റി ഓഫ് ക്രൂസിന്ന്. ചെറിയ പാർക്കൊക്കെ അവിടെ ഒരു കുട്ടി പാർക്കുണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് ആരുമില്ല. ഇതാണ് കേട്ടോ വ്യൂ. അപ്പോൾ നമ്മൾ അവിടുത്തെ മറക്കുകളെല്ലാം കഴിഞ്ഞ് കുറേ നാട്ടിലെ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. നാട്ടിലെ ചെമ്പരത്തി, ഇത് മറ്റേ നിത്യമുല്ല പോലെ ഉണ്ടല്ലോ. കനകാംബരം പോലെ, സോറി, കനകാംബരം പോലെ ഇല്ലേ ഇത്? നല്ല രണ്ട് പട്ടികളുണ്ട് കേട്ടോ. പട്ടികളെ കണ്ടോ? സ്കൂൾ വിട്ടേക്കാണല്ലേ? എന്നായിരിക്കും അപ്പോൾ നമ്മൾ കുറേ ആടുകളെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതാ ഞാനൊരു സൺസെറ്റ് വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഞാൻ നടുവിലായിരിക്കുന്നത് കാറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 2 വിൻഡോയും കിട്ടത്തില്ല. ജിത്തു ആണെങ്കിൽ വീഡിയോ എടുത്തും തരത്തില്ല. അവൻ്റെ കയ്യിൽ നോനും ഉണ്ട്. അപ്പം അവനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ള ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സൺസെറ്റ് കാണാൻ പറ്റുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും റോഡും അല്ലെങ്കിൽ ഈ വരണ വഴിക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ഈ ഒരു സ്ഥലത്തോടും കൂടെ വിട പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര അവസാനിച്ചു. ബായ്.